നമുക്ക് ഇന്ന് നേരെ ശബരിമലയിലേക്കൊന്ന് പോകണം. വ്രതം നോറ്റ് അയ്യപ്പ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് സന്നിധാനത്തെ ഹോട്ടലുകളിൽ കഴിക്കാനായി ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കുമല്ലോ. അത് ഏതൊക്കെ വിഭവങ്ങളായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർക്ക് അവരുടെ നാട്ടിലെ ഭക്ഷണമായിരിക്കുമോ അതോ നമ്മുടെ കേരളത്തിലെ ഭക്ഷണമായിരിക്കുമോ? സന്നിധാനത്തെ ഹോട്ടലിലെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ശബരിമല സന്നിധാനത്തെ ഒരു ഹോട്ടലിന് മുന്നിലാണ്. ഇവിടെ ഈ ഹോട്ടലിൽ ലഭിക്കുന്ന വിഭവങ്ങളുടെ ഒരു പട്ടിക ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ടീ, കോഫി, ഹോർലിക്സ്, വട, ബോണ്ട, ബനാന ഫ്രൈ. കൂടുതൽ പണം തീർത്ഥാടകരുടെ കയ്യിൽ നിന്നും ഭക്ഷണത്തിന് വേണ്ടി ഈടാക്കുകയാണെങ്കിൽ നിയമ നടപടികളൊക്കെ നേരിടേണ്ടി വരും. അതുകൊണ്ട് എല്ലാ ഭാഷകളിലും ഇവിടെയുള്ള വിഭവങ്ങളുടെ വില ഈ ബോർഡിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ വിഭവങ്ങളൊക്കെ ഈ ഹോട്ടലിൽ ഉണ്ടോ എന്ന് നമുക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കാം. നിരവധി തീർത്ഥാടകർ വരുന്നതുകൊണ്ട് തന്നെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ നമ്മൾ ഏത് വിഭവമാണോ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വിഭവത്തിന്റെ പണം നമ്മൾ നൽകണം. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ടോക്കൺ നമുക്ക് തരും. സമി, ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എത്രയാണ് വില? 150. ഓക്കെ. എത്ര സമയം എടുക്കും ഉണ്ടാക്കാൻ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്? ഇതിൽ പാചകം ചെയ്യാൻ 3 minutes, ഓൺലി 3 minutes. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ ഇതാണ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. ഇനി നമുക്ക് ഇവിടുത്തെ മസാല ദോശ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് മസാല ദോശയ്ക്കുള്ള ടോക്കൺ. ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ടോക്കണുമായിട്ട് ഈ വിഭവങ്ങൾ കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ മസാല ദോശയുടെ കേട്ടില്ല, ഇതിൽ ചമ്മന്തിയുണ്ട്, സാമ്പാറുണ്ട്, മസാല ദോശ. സ്വാമി, ബാക്കി എന്തൊക്കെ കറികളാണ് ഇവിടെ ഉള്ളത് സ്പെഷ്യൽ? ഇത് ചമ്മന്തി, സാമ്പാറുണ്ട്, കടലയുണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്. അപ്പം ഇത് പൊറോട്ടയുടെ കൂടെ ഒക്കെ കൊടുക്കും അല്ലേ? പൊറോട്ട, ചപ്പാത്തി, പിന്നെന്താ പ്ലെയിൻ ദോശ. അതിന്റെ കൂടെ എല്ലാം ഈ കറികൾ അവർ സെർവ് ചെയ്യും. ശബരിമല ആയതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും പരിശോധനകളുണ്ട്. ഇവിടുത്തെ അടുക്കള ക്ലീൻ ആണോ, ഒപ്പം തന്നെ ഇവര് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം ക്ലീൻ ആണോ, ഭക്ഷണം എങ്ങനെയാണ്, അതിന്റെ ഗുണനിലവാരം എങ്ങനെയാണ്, അങ്ങനെ നിരവധി പരിശോധനകളൊക്കെ എപ്പോഴും ഉള്ള ഒരിടമാണ് ശബരിമലയാണ്. അതുകൊണ്ട് തന്നെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം കഴിയുന്നതുവരെ സന്നിധാനത്ത് ഹോട്ടലുകൾ പ്രവർത്തിക്കും. വീഡിയോ ജേർണലിസ്റ്റ് KV മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, സന്നിധാനം.